ഗായ്സ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയാൻ നേരത്ത് നിങ്ങൾ എല്ലാവരും തന്നെ വെയിറ്റ് ചെയ്തിരുന്ന ഒരു വീഡിയോ ആണ്. അതായത് മൈക്രോസോഫ്റ്റിന്റെ ട്രിക്ക്. യെസ് ഗൈസ്, അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയ്ക്ക് ഞാൻ പറഞ്ഞു തരാനായിട്ട് പോകുന്നത് വെച്ചാൽ മൈക്രോസോഫ്റ്റിനകത്ത് നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റുന്ന ഒരു ട്രിക്കിനെ പറ്റിയിട്ടാണ്. അതിൻ്റെ ഒരു ട്രിക്കിനെ പറ്റി നിങ്ങൾ വ്യക്തമാക്കി മനസ്സിലാക്കണം. ഞാൻ ഈ പറഞ്ഞു തരുന്ന കാര്യങ്ങൾ മനസ്സിലാക്കിയില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ കുറച്ച് ഇഷ്യൂസ് ഒക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. കാര്യങ്ങൾ മനസ്സിലാക്കിയതിനു ശേഷം മാത്രം ചെയ്യുക, ഇല്ലെങ്കിൽ നിങ്ങളുടെ അക്കൗണ്ട് തന്നെ പോകാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, പണ്ടെല്ലാം യൂസ് ചെയ്ത കുറേ ട്രിക്സ് ഉണ്ട്. നിങ്ങൾക്ക് അറിയാം, ഒരാഴ്ചയിൽ തന്നെ നിങ്ങൾക്ക് വിട്ടുപിടിച്ചെടുക്കാനായിട്ട് പറ്റുമായിരുന്നു. ബട്ട് ഇതെന്ന് പറയുമ്പോൾ ഒരാഴ്ച കൊണ്ട് നിങ്ങൾക്ക് വിട്ടുപിടിച്ചെടുക്കാനായിട്ട് പറ്റത്തില്ല. നോർമലി നിങ്ങൾ ഏൺ ചെയ്ത് വിട്ടുപിടിക്കാനായിട്ട് എടുക്കുന്ന ഡേയ്സിനേക്കാൾ ചുരുക്കം ഡേയ്സ് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ക്യാഷ് ഏൺ ചെയ്ത് വിട്ടുപിടിച്ചെടുക്കാനായിട്ട് പറ്റും. അതായത് നിങ്ങൾ ഇതിനകത്ത് ഡെയിലി ഏൺ ചെയ്യുന്ന പോയിന്റ്സിന്റെ അളവ് കൂടുന്നതായിരിക്കും. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് തന്നെ ക്യാഷ് ഏൺ ചെയ്ത് വിട്ടുപിടിച്ചെടുക്കാനായിട്ട് പറ്റും. സോ അതാണ് നമ്മൾ ഇന്നത്തെ ട്രിക്ക് എന്ന് പറയാൻ നേരത്ത്. ഇച്ചിരി ഡേഞ്ചർ ആണ്, നിങ്ങൾക്ക് കാര്യങ്ങൾ പറയുമ്പോൾ മനസ്സിലാവുന്നതായിരിക്കും. സ്കിപ്പ് ചെയ്യാതെ കാണുക, മനസ്സിലാക്കുക. സോ ഒട്ടും തന്നെ ടൈം വേസ്റ്റ് ചെയ്യേണ്ട, നേരെ വീഡിയോയിലോട്ട് പോകും. മൈക്രോസോഫ്റ്റിനെ പറ്റി ഒരു ഐഡിയ ഇല്ലാത്തവർ ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം തീർച്ചയായിട്ടും താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ഒരു വീഡിയോ കൂടി കാണുക. അതായത് എങ്ങനെയാണ്, എന്താണ് മൈക്രോസോഫ്റ്റ് എന്നുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിരുന്നതായിരിക്കും. സോ അത് കണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം ഇതിനകത്ത് പറഞ്ഞ കാര്യങ്ങൾ ചെയ്യാം. ഓക്കെ, സോ അതാണ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്ന ട്രിക്കും കാര്യങ്ങളൊക്കെ. അതിനായിട്ട് നമുക്ക് ആദ്യം തന്നെ പോയിന്റ്സ് ബ്രേക്ക് ഡൗൺ സെക്ഷനിലോട്ട് പോവുക. സോ ഇവിടെ എന്താണ് പി സി സെർച്ച് ആണ്, മൊബൈൽ സെർച്ച് ആണുള്ളത്. അറിയാലോ, മൊബൈൽ സെർച്ച് എന്ന് പറയുമ്പോൾ ലെവൽ 2 എത്തിക്കഴിയുമ്പോഴായിരിക്കും നമുക്ക് മൊബൈൽ സെർച്ച് വരുന്നത്. സോ പി സി സെർച്ച് കംപ്ലീറ്റ് ആക്കുമ്പോൾ ഡെസ്ക്ടോപ്പ് സൈറ്റ് ഇട്ട് കംപ്ലീറ്റ് ആക്കുക. മൊബൈൽ സെർച്ച് കംപ്ലീറ്റ് ആക്കുമ്പോൾ ഡെസ്ക്ടോപ്പ് സൈറ്റ് ഓഫ് ചെയ്തിട്ട് കംപ്ലീറ്റ് ആക്കുക. സിമ്പിൾ. ഓക്കെ, സോ നമ്മൾ ഈ ഒരു പി സെർച്ചിങ് ആളൊക്കെ മൊത്തം കംപ്ലീറ്റ് ആക്കുക. നമ്മൾ ഇന്ത്യൻ സെർവറിൽ പി സെർച്ച് മൊത്തം കംപ്ലീറ്റ് ആക്കുക. അതിനുശേഷം ഇന്ത്യൻ സെർവർ എന്ന് പറഞ്ഞപ്പോഴേ കുറച്ച് പേർക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും നമ്മൾ ഈ എങ്ങോട്ടാണ് ചാടാൻ പോകുന്നതെന്ന്. യെസ്, നമ്മൾ വി പി എൻ എടുക്കാനായിട്ട് പോവുകയാണ്. വി പി എന്ന് കേട്ട ഉടനെ തന്നെ ആരും ചാടി ഒറ്റയ്ക്ക് അങ്ങ് പോയി ചെയ്യാൻ നിൽക്കല്. ഞാൻ കാര്യങ്ങൾ പറഞ്ഞിട്ടാൽ ശ്രദ്ധിച്ച് കേൾക്ക്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് വി പി എൻ്റെ കാര്യം പറഞ്ഞു തരാം. വി പി എൻ എങ്ങനെ യൂസ് ചെയ്യേണ്ടതെന്നുള്ള കാര്യം പറഞ്ഞു തരണ്ടെന്ന് തോന്നുന്ന കാര്യം നിങ്ങൾ ഓൾറെഡി മൈക്രോസോഫ്റ്റ് ട്രിക്കൊക്കെ ചെയ്യുകയും അല്ലെങ്കിൽ വേറെ പല കാര്യങ്ങൾക്കൊക്കെ വി പി എൻ ഉപയോഗിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരിക്കും. സോ അതുകൊണ്ട് അറിയായിരിക്കും. എന്നാലും കുറേ ഇമ്പോർട്ടൻറ്റ് കാര്യം ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞുതരാം. വി പി എൻ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു വി പി എൻ സെലക്ട് ചെയ്യാം. പെർഫെക്റ്റ് ആയിട്ട് യുവർ സെർവറിലോട്ട് കണക്റ്റ് ആവണം. ഓക്കെ, അങ്ങനെ നല്ലൊരു വി പി എൻ എടുക്കുക. അപ്പോൾ ഞാൻ എന്തായാലും ഒരു വി പി എൻ എടുത്തിരിക്കുകയാണ്. ഫ്രീ വേർഷൻ തന്നെ മതി. വി പി എൻ കണക്ട് എല്ലാവർക്കും അറിയായിരിക്കും. ജസ്റ്റ് പറഞ്ഞുതരാം. ആ ഗ്ലോബിന് സെക്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ യു എസ് സെലക്ട് ചെയ്തിട്ട് നേരെ ഓക്കെ അടിക്കുക. അത്രേ ഉള്ളൂ. ബും എന്ന് പറഞ്ഞാൽ നമ്മൾ നേരെ യു എസിലോട്ട് എത്തിയിട്ടുണ്ട്. സോ ഇപ്പോൾ നമ്മൾ യു എസിലാണ്, നമ്മൾ ഇന്ത്യയിലല്ല. ഓക്കെ, സോ ഇനി എന്താ ചെയ്യേണ്ടത്? നേരെ നമ്മുടെ ആ ഒരു മൈക്രോസോഫ്റ്റ് ഓപ്പൺ ആക്കുക. സിമ്പിൾ. ഓക്കെ, സോ ഇവിടെ മൈക്രോസോഫ്റ്റ് നമ്മൾ ഓപ്പൺ ആക്കിയിട്ടുണ്ട്. ഇവിടെ കാണാനായിട്ട് പറ്റും 10 പോയിൻറ്റ്സ് എന്നൊക്കെ പറഞ്ഞ് കുറേ ഓപ്ഷൻസ് എക്സ്ട്രാ കംപ്ലീറ്റ് ആക്കാനായിട്ട് വന്നിട്ടുണ്ട്. അതുപോലെ ഇനി സെർച്ചിൻ്റെ ഓപ്ഷൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ സെർച്ച് കൂടിയിട്ടുണ്ടായിരിക്കണം. അതാണ് നമ്മുടെ ട്രിക്ക് എന്ന് പറയുമ്പോൾ. നമുക്ക് നോക്കാം. പോയിന്റ്സ് ബ്രേക്ക് ഡൗൺ സെക്ഷനിലോട്ട് നേരെ നമ്മൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ആൻഡ് നിങ്ങൾക്ക് കാണാം, ചീറ്റിപ്പോയല്ലേ? നോ ചീറ്റിപ്പോയൊന്നും അല്ല. അത് സംഭവം എന്ന് വെച്ചാൽ നമ്മൾ ലെവൽ 1 ആണ് ഇപ്പോൾ. ഓക്കെ, ഈ ഒരു ട്രിക്ക് അപ്ലൈ ആകണമെന്നുണ്ടെങ്കിൽ നമ്മൾ ലെവൽ 2 ആയിരിക്കണം. ലെവൽ 1 ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ട്രിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നും കാണാനായിട്ട് പറ്റത്തില്ല. അത് ഈ ഒരു സെർച്ച് സെക്ഷനിൽ കാണാനായിട്ട് പറ്റത്തില്ല. ഓക്കെ, സോ ലെവൽ 2 എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് കാണാനായിട്ട് പറ്റും. അതാണ്. സോ ലെവൽ 1 ആയിട്ടുള്ളവർ ഈ ഒരു വീഡിയോ ഫുള്ള് കാണാതെ ആണെങ്കിൽ ഇപ്പം പറയും ട്രിക്ക് വർക്ക് ആവുന്നില്ല, സെർച്ച് ചെയ്തിട്ട് പോയിന്റ്സ് ഇൻക്രീസ് ആവുന്നില്ല എന്നൊക്കെ വേണമെങ്കിൽ കമന്റ് ഇടും. സോ അതായത് പറഞ്ഞാൽ ക്ലിയർ ആയിട്ട് കേൾക്കുക. ഇനിയും കുറച്ച് കാര്യങ്ങളുണ്ട്, പറഞ്ഞുതരാം. എൻ്റെ ഒരു ഫ്രണ്ടിനോട് ഞാൻ പറഞ്ഞു, എടാ ട്രിക്ക് ഇങ്ങനെയൊക്കെയാണ്, നീ ഒന്ന് ചെയ്ത് നോക്ക്. അവൻ ലെവൽ 2 ആണ്. ഓക്കെ, സോ അവൻ എന്ത് ചെയ്തു? ഓക്കെ ചെയ്യാം, ഒരു സ്ക്രീൻ റെക്കോർഡ് എടുത്തരാൻ പറഞ്ഞു. അവൻ സ്ക്രീൻ റെക്കോർഡ് എടുത്ത് തന്നിട്ടുണ്ട്. അവൻ്റെ സ്ക്രീൻ റെക്കോർഡ് ഞാൻ ഇവിടെ കാണിക്കുന്നത്. സോ ഇവിടെ കാണാൻ പറ്റും. അവൻ ഞാൻ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യൻ സെർവറിൽ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഇന്ത്യൻ സെർവറിൽ മൊബൈൽ സെർച്ച് ഇവിടെ വന്നിട്ടുണ്ട്, കണ്ടില്ലേ? മൊബൈൽ സെർച്ചിലെയും പി സി സെർച്ചിൻ്റെയും കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. സോ മൊബൈൽ സെർച്ചിൽ നമുക്ക് 60 പോയിൻറ്റ്സും പി സി സെർച്ചിൽ 90 പോയിൻറ്റ്സും മൊത്തത്തിൽ 150 പോയിൻറ്റ്സ് ആണ് ലെവൽ 2 എത്തിക്കഴിയുമ്പോൾ നമുക്ക് ഏൺ ചെയ്യാൻ പറ്റുന്നത്. സോ അതുപോലെ തന്നെ ഞാൻ അവനോട് പറഞ്ഞ കണക്ക് തന്നെ അവൻ എന്ത് ചെയ്തു? നേരെ വി പി എൻ എടുത്തു. അവന് ഇഷ്ടമുള്ള വി പി എൻ എടുത്തോളാൻ പറഞ്ഞ് അവൻ വേറെ ഏതൊരു വി പി എൻ എടുത്തു. കണക്റ്റീവാണ്, യു എസിലേക്ക് അവൻ കണക്ട് ചെയ്തു. സോ ഇവിടെ കാണാൻ പറ്റും കണക്റ്റഡ്. സോ അതിനുശേഷം ഞാൻ പറഞ്ഞതുപോലെ തന്നെ അവൻ തിരിച്ചു വന്നു. ഇവിടെ കാണാനായിട്ട് പറ്റും വേറെ ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. +10 എന്നൊക്കെ പറഞ്ഞിട്ട് അതിന് +30 ഓപ്ഷൻസ് എല്ലാം, +100 ഓപ്ഷൻ എല്ലാം ഉണ്ട്. കണ്ടില്ലേ? +30 +100 എല്ലാം ഉണ്ട്. സോ ഇനി ഞാൻ പറഞ്ഞത് പോയിന്റ്സ് ബ്രേക്ക് ഡൗൺ എടുക്കുക. അവൻ നേരെ പോയിന്റ്സ് ബ്രേക്ക് ഡൗൺ സെക്ഷനിലോട്ട് ക്ലിക്ക് ചെയ്തു. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും എക്സ്ട്രാ സെർച്ച് ഇവിടെ വന്നിട്ടുണ്ട്. കണ്ടില്ലേ? എക്സ്ട്രാ സെർച്ച് വന്നിട്ടുണ്ട്. 150 കഴിഞ്ഞ് ബാലൻസ് ഇനിയും നമുക്കിവിടെ ചെയ്യാൻ കിടക്കുവാണ്. കണ്ടില്ലേ? 150 എത്തിക്കാൻ കിടക്കുവാണ്. അതിന് ഇപ്പുറത്തും കിടക്കുവാണ്. മൊബൈൽ സെർച്ചും കിടക്കുവാണ്, പി സി സെർച്ച് കിടക്കുവാണ്. ക്ലിക്ക് ചെയ്യുക, സെർച്ച് ചെയ്യുക, കഴിഞ്ഞു. ഓക്കെ, സിമ്പിളായിട്ട് തന്നെ നമുക്ക് ബാക്കിയുള്ള പോയിന്റ്സും കൂടി ഇവിടുന്ന് ഏൺ ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഉണ്ടല്ലോ, നമ്മൾ ലെവൽ 2 ആയിട്ടുള്ള ആ ഒരു അക്കൗണ്ടിനകത്ത് നമ്മൾ ചെയ്ത് നോക്കാൻ നേരത്ത് അത് പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് എക്സ്ട്രാ പോയിന്റ്സ് കളക്ട് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. നമ്മൾ നോർമലി അക്കൗണ്ട് ചെയ്യാൻ നേരത്ത് 150 പോയിന്റ്സ് ആണ് നമുക്ക് ഒരു ദിവസം കിട്ടുന്നത്. നമുക്ക് എക്സ്ട്രാ ഒരു 100 പോയിന്റ്സും കൂടി കിട്ടുകയാണ്. ആൻഡ് അതുപോലെ തന്നെ മറ്റ് ഓപ്ഷൻസും ഉണ്ട്. ഏതാണ്? നമ്മൾ +5 +10 +30 എന്ന് പറഞ്ഞ് കുറേ ഓപ്ഷൻസ് ഇല്ലേ?
അതിൽ കിട്ടുന്നത്. സോ അതായത് ഇതെല്ലാം കൂടി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു കാര്യമുണ്ട്, കേട്ടോ ശ്രദ്ധിച്ചു കേട്ടോ. അതായത് നമ്മൾ ഇന്ത്യൻ സെർവറിൽ ഏൺ ചെയ്ത കോയിൻസിനേക്കാൾ കൂടുതൽ ഒരിക്കലും US സെർവറിൽ നിന്ന് ഏൺ ചെയ്യാനായിട്ട് പാടില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ ഒരു +5 +10 +30 എന്ന് പറയുന്ന കിടക്കുന്ന ആ ഒരു ഓപ്ഷൻസ് ഒക്കെ യൂസ് ചെയ്യാൻ നേരത്തെ ഈ ഒരു കാര്യം ശ്രദ്ധിക്കണം. മനസ്സിലായില്ലേ? അത് ഇന്ത്യൻ സെർവറിൽ തന്നെ ആയിരിക്കണം നമുക്ക് മുൻതൂക്കം എന്ന് പറയുന്ന സാധനം വരേണ്ടത്. മനസ്സിലായില്ലേ? ഇന്ത്യൻ സെർവറിൽ ഏൺ ചെയ്യുന്നതിനേക്കാൾ കുറവായിരിക്കണം US സെർവറിൽ ഏൺ ചെയ്യുന്നത്. അത് പെർഫെക്റ്റ് ആയിട്ട് ശ്രദ്ധിച്ചോളാം, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വിഡ്രോ അടിക്കാനായിട്ട് പറ്റത്തില്ല. മസ്റ്റ് ആയിട്ട് ഫസ്റ്റ് ഇന്ത്യൻ സെർവർ കംപ്ലീറ്റ് ആക്കിയതിനു ശേഷം മാത്രമേ US സെർവർ കംപ്ലീറ്റ് ആക്കാൻ നിൽക്കാവൂ. അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡയറക്റ്റ് വേണമെങ്കിൽ നിങ്ങൾക്ക് US സെർവർ ഇട്ടിട്ട് ഫുള്ളും അങ്ങ് കംപ്ലീറ്റ് ആക്കാം. മനസ്സിലായി? അങ്ങനെ ഫുള്ളും കംപ്ലീറ്റ് ആക്കുമ്പോൾ ഇന്ത്യൻ സെർവറിൽ നിങ്ങൾ ഏൺ ചെയ്ത എമൗണ്ട് വളരെ കുറഞ്ഞു പോകും. മനസ്സിലായി? വളരെ കുറഞ്ഞു. അതിനിപ്പോ തന്നെ കുറെ പേർക്ക് ഒരു ഡൗട്ട് വന്നിട്ടുണ്ടായിരിക്കും. അതായത് നമുക്ക് ഈ ഒരു സെർച്ച് മാത്രമേ കംപ്ലീറ്റ് ആക്കാൻ പറ്റത്തുള്ളൂ, PC സെർച്ച് മൊബൈൽ സെർച്ച് മാത്രമേ കംപ്ലീറ്റ് ആക്കാനായിട്ട് പറ്റത്തുള്ളൂ US സെർവറിൽ. അതോ മറ്റേ ആ ഒരു +5 അതൊക്കെ ചെയ്യാവോ, ഇഷ്യൂസ് ഒന്നും ഇല്ലേ എന്ന് ചോദിച്ച് ഇന്ത്യൻ സെർവറിൽ നിങ്ങൾ എത്ര പോയിന്റ്സ് ഏൺ ചെയ്തിട്ടാണ് ഈ ഒരു US സെർവറിലേക്ക് കയറുന്നതെന്ന് ചിന്തിച്ചാൽ മതി. ഓക്കെ, അതായത് നിങ്ങൾ ഇപ്പൊ ഇന്ത്യൻ സെർവറിൽ ജസ്റ്റ് 150 പോയിന്റ്സ് ആണ് സെർച്ചിൽ കിട്ടുന്നത്. സോ ഒരു 150 പോയിന്റ്സ് ഏൺ ചെയ്ത് US സെർവറിൽ വരാൻ നേരത്ത് നിങ്ങൾ 150 ഏൺ ചെയ്യാൻ നിൽക്കരുത്, ഒരു 140 സ്റ്റോപ്പ് ആക്കിയേക്കണം. മനസ്സിലായില്ലേ? സോ ഇപ്പൊ നിങ്ങൾ ഇന്ത്യൻ സെർവറിൽ PC സെർച്ചിൽ മാത്രം 150 എടുത്തെങ്കിൽ അല്ലാതെയുള്ള ഒരു +5 ഒക്കെ ചിലപ്പോൾ 1-2 ദിവസങ്ങൾ 2-3 ഒക്കെ കാണാനായിട്ട് വരും. ഓക്കെ, സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇന്ത്യൻ സെർവറിൽ മാത്രം 160 അല്ലെങ്കിൽ 165 ആയിരിക്കും എടുക്കുന്നത്. സോ അങ്ങനത്തെ ആ ഒരു കേസിൽ നിങ്ങൾക്ക് US സെർവറിൽ കണക്ട് ചെയ്യാൻ നേരത്തും എത്രയാണ് 165 അവിടെ എടുത്തെങ്കിൽ ഇവിടെ 150 അല്ലെങ്കിൽ 155 മതി, സ്റ്റോപ്പ് ചെയ്യാം. അവിടെ ഇന്ത്യൻ സെർവർ 160 എടുത്തെങ്കിൽ ഇവിടെ വന്നിട്ട് നേരെ ഒരു 150 എടുക്കുക, സ്റ്റോപ്പ് ചെയ്യുക. അല്ല നിങ്ങൾ ഇന്ത്യൻ സെർവറിൽ പോയി ഒരു മാക്സിമം 160 അല്ലെങ്കിൽ 165 മാക്സിമം എടുത്തെന്നുണ്ടെങ്കിൽ US സെർവറിൽ ആ സെർച്ച് കംപ്ലീറ്റ് ആക്കാൻ നേരത്ത് മാത്രം 100 കിട്ടുന്നുണ്ട്. പിന്നെ അതുപോലെ 30ന്റെ 2 ടാസ്ക് ചിലപ്പോൾ കാണാനായിട്ട് പറ്റും. അപ്പൊ തന്നെ 160 അവിടെ നിങ്ങൾ ഏൺ ചെയ്ത് എത്രയാണ്, ഇവിടെ ഇപ്പൊ ഏൺ ചെയ്ത് എത്രയാണ്? അതിലൂടെ ഒരു 5ന്റെ 2 ഓപ്ഷൻസ് കൂടി ചെയ്യാൻ നേരത്തെ ഇന്ത്യൻ സെർവറിനേക്കാൾ കൂടുതലായി US സെർവർ. സോ ഇത് നിങ്ങൾ കണ്ടിന്യൂ ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ വിഡ്രോ അടിക്കാൻ പറ്റുമോ? മനസ്സിലായി? നമുക്ക് ഇന്ത്യൻ സെർവറിലെ പോയിന്റ്സ് വേണം മേളിൽ ജയിക്കാനായിട്ട്. ആ ഒരു കാര്യം നോട്ട് ചെയ്ത് വയ്ക്കാം. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ സെർവറിൽ ഏൺ ചെയ്തതിനു ശേഷം മാത്രം US സെർവറിൽ ആ ഒരു സെർച്ച് കംപ്ലീറ്റ് ആക്കാനായിട്ട് ശ്രമിക്കാം. പിന്നെ ബാൻ ഇഷ്യൂ വരുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വരാനുള്ള ചാൻസ് വളരെ കുറവാണ്. 100% ഇല്ല എന്ന് പറയാൻ പറ്റത്തില്ല. കാര്യം ഞാൻ ഈ ഒരു വീഡിയോക്കകത്ത് പറയുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾ എത്ര പേര് വ്യക്തമായി കേട്ടിട്ടുണ്ട്, എത്ര പേര് കറക്റ്റ് ആയിട്ട് ചെയ്യുന്നുണ്ടെന്ന്, മിസ്റ്റേക്ക് ഒന്നും കാണിക്കാതെ എത്ര പേര് ചെയ്യുമെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ നമുക്ക് ബാൻ കിട്ടാനുള്ള ചാൻസ് ശരിക്കും കുറയ്ക്കാനായിട്ട് പറ്റും. ഓക്കെ, അതാണ് മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുമ്പോൾ. കിട്ടാനുള്ള ചാൻസ് ഉണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും മാറ്റി നിർത്താനായിട്ട് പറ്റത്തില്ല. എന്റെ സബ്സ്ക്രൈബർ തന്നെ കുറെ നാളായിട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, കുറെ നാൾ ചെയ്ത വിഡ്രോ അടിച്ച് പേയ്മെന്റും കിട്ടി. ഓക്കെ, സോ അതുകൊണ്ടാണ് ഞാൻ ധൈര്യത്തെ പറയുന്നത്. ആൻഡ് ഞാനും പേഴ്സണലി കുറച്ച് ദിവസമായിട്ട് യൂസ് ചെയ്ത് നോക്കുന്നുണ്ടായിരുന്നു. എനിക്കും യാതൊരു ഇഷ്യൂസും കാണാൻ തന്നെ വന്നിട്ടില്ല. പിന്നെ US സെർവറിൽ കുറച്ചധികം ടൈം സ്പെൻഡ് ചെയ്തപ്പോഴേക്കും ഇത് കണക്ക് വേറൊരു ലോഗിൻ വന്ന പോലെ ഒരു മെയിൽ വന്നു. കുറച്ച് നേരം അതിനകത്ത് ഇരുന്ന് ഇങ്ങനെ സ്പെൻഡ് ചെയ്തത്. അപ്പൊ കഴിവതും കയറുക, ആ സെർച്ചും കാര്യങ്ങളൊക്കെ ചെയ്തോ ഇറങ്ങിക്കോണം. അതിൽ തന്നെ താങ്ങിക്കൊണ്ടിരിക്കരുത്. ഓക്കെ, സെർച്ച് ചെയ്തോ ക്ലോസ് ചെയ്യുക, ഇറങ്ങിപ്പോക്കാം. അന്നത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ് DP അങ്ങ് ഓഫ് ചെയ്യുക, ഇറങ്ങിപ്പോക്കണം. മനസ്സിലല്ലേ? പിന്നെ പിറ്റേന്ന് വന്നാൽ മതി. മനസ്സിലായി? അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുന്നു വിശ്വസിക്കുന്നു. മാക്സിമം ലൈക്കും ഷെയറും കൂട്ടുകാർക്കൊക്കെ അയച്ചു കൊടുക്കുക. ഇതാണ് ഒരു ഏണിംഗ് ഓപ്ഷൻ ഉണ്ട്, ക്യാഷ് ഏൺ ചെയ്യും മക്കളെ എന്ന് പറഞ്ഞ് അയച്ചു കൊടുക്കുക. ഓക്കെ, സോ സബ്സ്ക്രൈബ് ചെയ്തേക്കാം, ബെല്ലൈക്കൺ ഓൺ ആക്കി വെച്ചിരിക്കുക. ഓക്കെ, അപ്പോൾ വേറൊരു വീഡിയോ കാണാം.